എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ രാത്രികാല ചിന്തകളിൽ നിങ്ങളാണ് ഉള്ളത്. അവർ നിങ്ങളുടെ ശരീരം മോഹിക്കുന്നുണ്ടോ? നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായി തിരഞ്ഞെടുത്ത തത്തമ്മ ഫയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ഊണിലും ഉറക്കിലും ആ വ്യക്തിയുടെ രാത്രികാല ചിന്തയിൽ പോലും നിങ്ങളുണ്ട്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ ആ വ്യക്തിക്ക് സമയമുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഇത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും കരുതുന്നുണ്ടാവില്ല ആ വ്യക്തി എന്നെക്കുറിച്ച് ഇതുപോലെ ചിന്തിക്കുമെന്ന്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും ആ വ്യക്തിക്ക് ഇത്തരമൊരു ചിന്ത ഉണ്ടാകും എന്നതിനെക്കുറിച്ചും കരുതുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ എന്നും കാണുന്നൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളെ കാണുകയും നിങ്ങളെക്കുറിച്ച് മാറി നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാകാം. എങ്ങനെയായാലും ആ വ്യക്തിക്ക് നിങ്ങളോടൊരാകർഷണം തോന്നിയിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് നാളായിട്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, നിങ്ങളുടെ അറിവോ കാര്യത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല, പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. പക്ഷേ ആ വ്യക്തി ഒരിക്കൽ പോലും അത് നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല. നിങ്ങളോട് തുറന്നു പറയാതെ, നിങ്ങളറിയാതെ നിങ്ങളെ ആ വ്യക്തി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ ആഗ്രഹം തീർച്ചയായും നിങ്ങളോ നിങ്ങൾക്കൊപ്പമുള്ളവരോ അറിയാത്തൊരു കാര്യമാണ്. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് രഹസ്യമായാണ്. ആ വ്യക്തിയുടെ ആഗ്രഹം പലപ്പോഴും സ്വാഭാവികമായ പല അതിർവരമ്പുകൾക്കപ്പുറത്താണ്. പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിൽ ആഗ്രഹം ഇതാണ്. ആ വ്യക്തി നിങ്ങളെ മോഹിക്കുന്നുണ്ട്. നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് പോകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇതറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തീർച്ചയായിട്ടും തോന്നി. ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി എന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ആ വ്യക്തി അത്തരക്കാരിയോ അല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴോ, നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് പെരുമാറിയപ്പോഴോ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഒരു ഇഷ്ടമായി മാറിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തമാക്കാൻ, എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി അങ്ങനെ ഒരു ആഗ്രഹവുമായാണ് മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തിക്ക് അതേക്കുറിച്ച് പുറത്ത് അറിയിക്കാനോ പുറത്ത് പറയാനോ ഒരു താല്പര്യവുമില്ല. എത്ര വർഷങ്ങൾ വേണമെങ്കിലും ആ വ്യക്തി അത് മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് പുറത്ത് പറയുന്നത് ഒരുപക്ഷെ ആ വ്യക്തിക്ക് വലിയ ഭയമുള്ളതാണ്. കാരണം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി അങ്ങനെയാണ് കരുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ ഉൾപ്പെടെ അറിയുമ്പോൾ ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ നിങ്ങളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി വല്ലാതെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പുറത്തു പറയാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിലും ആ സ്നേഹത്തിന് ഒരു കുറവുമില്ല. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ആളായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്നാണ് നിങ്ങൾ അത്ഭുതപ്പെടുത്താൻ പോകുന്നത്. അടുത്തതായിട്ട് ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. രാത്രി കാലങ്ങളിൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ മാത്രമേ സമയമുള്ളൂ. എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിതം ആ വ്യക്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയുന്നില്ല. അതൊരു പരിധി വിട്ട് ഒരു ഭ്രാന്തൻ രീതിയിലായി, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ സ്വന്തമാക്കിയേ തീരൂ എന്നുള്ള ഒരു വാശിയിലാണ് ആ വ്യക്തി നടക്കുന്നത്. ആ വ്യക്തി ആ സ്നേഹം കാണിക്കാൻ വേണ്ടി
എന്തും ചെയ്യും എന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലാവരും നിൽക്കാലെ പൊട്ടി തുറന്ന് ഇഷ്ടത്തെക്കുറിച്ച് പറയും. നിങ്ങളുമായിട്ടുള്ള ബന്ധം വഷളായാൽ ആരൊക്കെയാണോ തടയുന്നത് അവരുമായി ഏതു തരം വഴക്കിനും ആ വ്യക്തി പോകും. അങ്ങനെ കണ്ണും മൂക്കും നോക്കാതെ, മുന്നും പിന്നും നോക്കാതെയുള്ളൊരു ഇഷ്ടമാണ്. എവിടെയും വെട്ടിത്തുറന്ന് പറയാനും അതിൻ്റെ പേരിൽ ശത്രുക്കളെ സമ്പാദിക്കാനും ഒക്കെ ആ വ്യക്തി ശ്രമിച്ചേക്കാം. അതായത് ഒരു പരിധി വിട്ട സ്നേഹമാണെങ്കിലും ഒരു മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അതിർവരമ്പുകളില്ലാത്ത ഇഷ്ടമാണെങ്കിലും അതൊന്നും ഒളിപ്പിച്ചു വെക്കാൻ ആ വ്യക്തി തയ്യാറല്ല. ഏത് രാത്രിയായാലും പകലായാലും ശരി വെട്ടിത്തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ആ വ്യക്തി സ്വന്തം പ്രവൃത്തികളോ സ്വന്തം കരിയറോ സ്വന്തം ജീവിതമോ ഒന്നും നോക്കുന്നില്ല. അതിനൊന്നും സമയം കണ്ടെത്താതെ നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട് നടക്കുകയാണ്. ഹൃദയത്തിൽ എല്ലായിടത്തും നിങ്ങളായതുകൊണ്ട് തന്നെ മറ്റൊരു ചിന്തയുമില്ല. രാവിലെ ഒരു കാര്യത്തിന് വന്നാൽ ഇതുമായി മാത്രം നടക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു ചിന്തയുമായി മാത്രം നടന്ന് ആ വ്യക്തിയുടെ സ്വന്തം ജീവിതത്തിലെ മറ്റു കാര്യങ്ങളും മറ്റുള്ള ആളുകളുമായിട്ടുള്ള ബന്ധവും ഒക്കെ ശ്രദ്ധിക്കാതെ പോവുകയാണ്. സദാസമയവും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. അതൊരു പരിധി വിട്ട് ഒരു ഭ്രാന്തൻ നിലപാടായിട്ട് മാറുന്നു. എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ആ ബന്ധം മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ആ വ്യക്തിയിൽ നിന്നുള്ള ബന്ധത്തെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ വ്യക്തി നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങളെ വിട്ടു പോകുന്നില്ല. നിങ്ങൾക്ക് പുറകെ സദാസമയവും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. സദാസമയവും നിങ്ങൾക്കൊപ്പം തന്നെ നടക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നിലും ഒരു അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നില്ല. സ്നേഹിച്ചു പോയാൽ ആ വ്യക്തിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നു, ഭ്രാന്തമായി സ്നേഹിക്കുന്നു. പിന്നെ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യങ്ങളിലേക്കൊക്കെ കടന്നു കയറും. അതാണ് സംഭവിക്കുന്നത്. നിങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റാരെയും സ്നേഹിക്കുന്നത് ഇഷ്ടമില്ല, മറ്റാരുടെയും വാക്ക് സ്വീകരിക്കുന്നത് ഇഷ്ടമില്ല. നിങ്ങൾ ആ വ്യക്തിയെ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല ചുറ്റുപാടുമുള്ള ലോകം എന്ത് പറയുമെന്നോ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കണ്ണടച്ച് ചിന്തിക്കുന്നു. ഇരുട്ടിലും രാത്രികളിലൊക്കെ ആ ചിന്ത മാത്രമേ ഉള്ളൂ. ഉറങ്ങാൻ കിടന്നാൽ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നിങ്ങളെല്ലാ തരത്തിലും ആ വ്യക്തി മോഹിക്കുന്നു. നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാനും ആ വ്യക്തിക്ക് കഴിയില്ല. അങ്ങനെ സമ്പൂർണ്ണമായി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.